നമ്മൾ ഇന്നലെ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ അതാണ് ഇന്നലെ ഡിഫൈൻ ചെയ്തത്. എന്താണ് വേരിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ പാർട്ടീഷൻ എന്നും ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്താണെന്നും അതുപോലെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് എ ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ധാരാളം എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. എല്ലാ ഇൻക്രീസിങ് ഫംഗ്ഷൻസും ഫംഗ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണെന്നും എല്ലാ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസും ഫംഗ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണെന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായി. അതുകൂടാതെ ഫംഗ്ഷൻസ് വിച്ച് ആർ നോട്ട് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻസ് അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഓക്കെ, നൗ ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഒരു പോയിന്റ് ആണ് സി എന്ന് കരുതുക. നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഒരു പോയിന്റ് ആണ് സി എന്ന് കരുതുക. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ആണ് എന്ന് കരുതുക. പി ഡാഷ് എന്ന് പറയുന്നത് is a refinement of P obtained by adjoining the point C to the partition P. അങ്ങനെയാണെങ്കിൽ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി ഡാഷ്. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ തെളിവാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ആയിട്ട് എടുക്കുന്നു. എക്സ് നോട്ട് എന്ന് പറയുന്നത് എ ആയിരിക്കും, ലെസ് ദാൻ x1, ലെസ് ദാൻ x2, എക്സെട്ര xi മൈനസ് 1, xi എക്സെട്ര xn എന്ന് പറയുന്നത് ബി ആയിരിക്കും. പി ഡാഷ് എന്ന് പറയുന്നത് പിയുടെ ഒരു റിഫൈൻമെന്റ് ആണ്. എങ്ങനെ കിട്ടുന്ന റിഫൈൻമെന്റ് ആണ്? ഈ പിയുടെ കൂടെ സി എന്ന് പറയുന്ന പോയിന്റ് കൂടി അഡ്ജോയിൻ ചെയ്ത് കിട്ടുന്ന പാർട്ടീഷൻ. അപ്പൊ സി എന്ന് പറയുന്നത് xi മൈനസ് 1ഉം xiക്കും ഇടയിലാന്ന് കരുതുക. ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു xi ആണ് സി എങ്കിൽ പിയും പി ഡാഷും സെയിം ആയിരിക്കും. അപ്പൊ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പിയും വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി ഡാഷും ഈക്വൽ ആയിരിക്കും. ഇനി സി എന്ന് പറയുന്നത് ഈ പിയിലെ പാർട്ടീഷൻ പോയിന്റുകൾ ഒന്നും അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റുകളുടെ ഇടയിലായിരിക്കും സി എന്ന് പറയുന്നത്. ജനറലി xi മൈനസ് 1 xiക്കും ഇടയിലാണ് സി എന്ന് കരുതുക. ആ സിയും കൂടി അഡ്ജോയിൻ ചെയ്ത് കിട്ടുന്ന പാർട്ടീഷൻ ആണ് പി ഡാഷ്. അങ്ങനെയാണെങ്കിൽ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി, വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പിയുടെ ഡെഫിനിഷൻ പ്രകാരം ഇതാണെന്ന് കാണാൻ കഴിയും. അതിൽ ഈ മോഡ് എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് xi മൈനസ് 1 നമ്മൾ മൈനസ് എഫ് ഓഫ് സിയും പ്ലസ് എഫ് ഓഫ് സിയും ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ എക്സ്പ്രഷന് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഒരു അബ്സല്യൂട്ട് വാല്യൂ കൂടി ഉണ്ട്. അവിടെ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് സി പ്ലസ് മോഡ് എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് xi മൈനസ് 1 കിട്ടും. ഇപ്പൊ ഏറ്റവും അവസാനം കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി ഡാഷ് ആണ്. അതുകൊണ്ട് പറയുന്നത് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇസ് ദാറ്റ് ക്ലിയർ? അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്നത് നോക്കൂ, ഇന്നലെ നമ്മൾ പറഞ്ഞത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് നമ്മൾ ഇന്നലെ ഡിഫൈൻ ചെയ്തതാണ്. സുപ്രീമം ഓഫ് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വി, എഫ് വിത്ത് റെസ്പെക്ട് ടു പി ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് പി ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ സാധ്യമാകുന്ന എല്ലാ പാർട്ടീഷൻസും പി കണ്ടുപിടിച്ച് അവയ്ക്കെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ഓഫ് എഫ് ഓഫ് പികൾ കണ്ടുപിടിച്ച് വി ഓഫ് എഫ് കോമ പികൾ കണ്ടുപിടിച്ച് അതിന്റെ സുപ്രീമത്തിനെയാണ് നമ്മൾ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു, ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ, the supremum can be taken over partitions of closed interval AB that contain the point C. Actually definition പ്രകാരം the supremum is taken over all partitions of AB ആണ്. ഇവിടെ പറയുന്നു ഈ സുപ്രീമം അങ്ങനെ എല്ലാ പിയുടെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ എല്ലാ പാർട്ടീഷൻസ് ഒന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല. സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ, അതായത് ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഒരു പോയിന്റ് ആണ് സി എങ്കിൽ, ഈ സിയെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സി പാർട്ടീഷൻ പോയിന്റുകളായിട്ട് വരുന്ന പാർട്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ട് അത്തരം പാർട്ടീഷൻസിന്റെ ഓവർ സുപ്രീം എടുത്താലും മതി എന്നാണ് പറയുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എന്നുള്ളത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫിന്റെ ഡെഫിനിഷൻ ആണ്. ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ബി ഓഫ് എഫ് കോമ പി
where P is any partition of closed interval AB. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് this is actually equal to supremum of V of F comma P dash where P dash is a partition of closed interval AB that contains. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് പരിശോധിക്കാം. അതിന്റെ പ്രൂഫാണ് അതിന്റെ താഴെ എഴുതിയിട്ടുള്ളത്. S1 എന്ന് പറയുന്നത് ഈ ആദ്യത്തെ സെറ്റാന്ന് കരുതുക. അതായത് സെറ്റ് ഓഫ് ഓൾ V of F comma P where P is a partition of closed interval AB. S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റാന്ന് കരുതുക. അതായത് set of all V of F comma P dash where P dash is a partition of closed interval AB that contains C. അപ്പോ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ എല്ലാ പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ്. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ സി എന്ന് പറയുന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന എല്ലാ പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൈ ദ എബവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ പി എന്ന് പറയുന്ന പാർട്ടീഷൻ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ ആണെന്ന് കരുതുക. ഈ പിയുടെ കൂടെ സി എന്ന് പറയുന്ന പോയിന്റ് കൂടി അഡ്ജോയിൻ ചെയ്ത് കിട്ടുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ എല്ലായ്പ്പോഴും പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷനേക്കാൾ വലുതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ബൈ ദ എബവ് സ്റ്റേറ്റ്മെന്റ് ഈ സെറ്റിലെ, അതായത് S1 എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും, അതായത് ഏതൊരു V of F comma P എടുത്താലും നമുക്ക് P dash എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ സി എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാർട്ടീഷൻ കണ്ടുപിടിക്കാൻ കഴിയും സച്ച് ദാറ്റ് V of F comma P dash is greater than or equal to V of F comma P. അപ്പോ ഈ സെറ്റിലെ if you take any V of F comma in S1, നമുക്ക് ഒരു V of F comma P dash S2 കണ്ടുപിടിക്കാൻ കഴിയും സച്ച് ദാറ്റ് V of F comma P is less than or equal to V of F comma P dash. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് പാർട്ടീഷൻ P of closed interval AB എടുത്താലും നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് കൂടി അഡ്ജോയിൻ ചെയ്തിട്ട് P dash എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ ഉണ്ടാക്കിയാൽ ആ P ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷനേക്കാൾ വലുതായിരിക്കും. അപ്പോ S1 ഏതൊരു എലമെന്റിനേക്കാളും വലിയ ഒരു എലമെന്റ് നമുക്ക് S2 എല്ലായ്പ്പോഴും കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് S1 സുപ്രീമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു S2 സുപ്രീം ആയിരിക്കും. കാരണം S1 ഏതൊരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിനേക്കാൾ വലിയ എലമെന്റ് S2 എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുപ്രീമം ഓഫ് S1 is less than or equal to സുപ്രീമം ഓഫ് S2. പക്ഷേ സെറ്റുകൾ എന്നുള്ള നിലയ്ക്ക് പരിശോധിക്കൂ. S2 എന്ന് പറയുന്ന സെറ്റ് S1 സബ്സെറ്റ് ആണ്. കാരണം S1 എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ എല്ലാ പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസും ഉൾക്കൊള്ളുന്ന സെറ്റാണ്. അതേസമയം S2 എന്ന് പറയുന്നത് സി എന്ന പോയിന്റിന് ഉൾക്കൊള്ളുന്ന പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉൾക്കൊള്ളുന്ന സെറ്റാണ്. അപ്പൊ അതുകൊണ്ട് S2 കണ്ടെയ്ൻഡ് ഇൻ S1 ആണ്. S2 സബ്സെറ്റ് S1 ആണ്. S2 സബ്സെറ്റ് S1 ആയതുകൊണ്ട് സുപ്രീമം ഓഫ് S2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് S1 ആണ്. അപ്പൊ നമുക്ക് സുപ്രീമം ഓഫ് S1 സുപ്രീമം ഓഫ് S2 ഈക്വൽ ആണെന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ടോട്ടൽ വേരിയേഷൻ ഓഫ് F എന്ന് പറയുമ്പോൾ സുപ്രീമം ഓഫ് ഓൾ V of F comma P where P is any partition of AB എടുക്കുന്നതിന് പകരം സുപ്രീമം ഓഫ് ഓൾ വേരിയേഷൻസ് V of F comma P dash where P dash is any partition of closed interval AB containing the point C എടുത്താലും മതി എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. അപ്പോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ വിശദീകരണം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഇതാണ്, പി എന്നുള്ളത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷൻ ആയാലും സി എന്ന് പറയുന്ന പോയിന്റിനെ കൂടി പിയിൽ അഡ്ജോയിൻ ചെയ്ത് കിട്ടുന്ന പി ഡാഷ് എന്ന പിയുടെ റിഫൈൻമെന്റ് ആയിട്ടുള്ള പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ എല്ലായ്പ്പോഴും പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷനേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കും എന്നും അതിന്റെ ഫലമായിട്ട് ഈ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്നതിന്റെ ഡെഫിനിഷനിൽ the supremum can be taken over all partitions of closed interval AB that containing the point C ആയാലും മതി എന്ന കാര്യമാണ് ഒബ്സർവ് ചെയ്യുന്നത്. Now ഇനി നമ്മൾ പറയുന്ന കാര്യം, ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷൻ പിയും കൺസിഡർ ചെയ്താലും സി എന്ന് പറയുന്നത് ഒരു പോയിന്റ്, ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ എ ബിയുടെ ഒരു പോയിന്റ് ആണ് സി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷൻ പി തന്നാലും നമുക്ക് അതിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ ഒരു പാർട്ടീഷനും അതുപോലെ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ പാർട്ടീഷൻ പി എന്ന് പറയുന്നത് സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാർട്ടീഷൻ ആണ് കേട്ടോ. അപ്പൊ പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ
എ ബിയുടെ ഒരു പാർട്ടീഷൻ ആണ്. സി എന്ന് പറയുന്നത് ആ പി എന്ന് പറയുന്ന പാർട്ടീഷനിൽ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ ഒരു പാർട്ടീഷനും ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെ ഒരു പാർട്ടീഷനും നമുക്ക് ലഭിക്കും. കാരണം എ ബി സി, പി എന്ന് പറയുന്നത് സി ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ എ മുതൽ സി വരെയുള്ള പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന പാർട്ടീഷൻ അതാണ് P1. അത് പാർട്ടീഷൻ പോയിന്റ്സ് ഉൾക്കൊള്ളുന്ന അത് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ ഒരു പാർട്ടീഷൻ ആയിരിക്കും. അതുപോലെ സി മുതൽ ബി വരെയുള്ള പോയിന്റുകൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെ ഒരു പാർട്ടീഷൻ ആയിരിക്കും. അപ്പോ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ സി എന്ന് പറയുന്ന പോയിന്റിനെ ഉൾക്കൊള്ളുന്ന ഏത് പാർട്ടീഷൻ പി തന്നാലും അതിൽ നിന്ന് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ P1 എന്നൊരു പാർട്ടീഷനും ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെ ഒരു പാർട്ടീഷൻ P2ഉം കിട്ടും. കോൺവേഴ്സ്ലിയും ശരിയാണ്. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെ ഒരു പാർട്ടീഷനാണ് P1 എന്നും ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെ ഒരു പാർട്ടീഷനാണ് P2 എന്നും മനസ്സിലാക്കിയാൽ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള പോയിന്റുകൾ കിട്ടുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ആയിരിക്കും. അതാണ് ഈ എഴുതിയ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. A partition P of closed interval AB that contains the point C induces and is induced by partitions P1 and P2 of AC and CB respectively. അപ്പോ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ സിയെ ഉൾക്കൊള്ളുന്ന ഏത് പാർട്ടീഷൻ പി തന്നാലും അതിൽ നിന്ന് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെയും ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെയും പാർട്ടീഷൻസ് നമുക്ക് കിട്ടും. അതുപോലെ ക്ലോസ്ഡ് ഇന്റർവൽ എ സിയുടെയും ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയുടെയും ഏത് രണ്ട് പാർട്ടീഷൻസ് P1 P2 തന്നാലും നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷനും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ സി. ഈ നൊട്ടേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എ സി എന്നുള്ളതിന് കറസ്പോണ്ടിങ് നമുക്ക് പി എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് P1 P2 എന്നാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് വേരിയേഷൻ ഓഫ് ഈ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ കിട്ടുന്ന വളരെ ഡയറക്റ്റ് ആണെങ്കിലും പി എന്ന് പറയുന്നത് A equal to x0, x1, etc. xi അത് സി ആണെന്ന് വിചാരിക്കുക. then xi plus 1, etc. xn ഇതാണ് പി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1 എന്ന് പറയുന്നത് A equal to x0, x1 up to xi. അത് എ സിയുടെ ഒരു പാർട്ടീഷൻ ആയിരിക്കും. അതുപോലെ P2 എന്ന് പറയുന്നത് C equal to xi, then xi plus 1, etc. xn equal to B ആയിരിക്കും. അപ്പൊ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0 പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് xi മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് xi പ്ലസ് 1 മൈനസ് എഫ് ഓഫ് xi പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് xn മൈനസ് എഫ് ഓഫ് xn മൈനസ് 1 കിട്ടും. വിച്ച് ഈസ് നത്തിങ് ബട്ട് വേരിയേഷൻ ഓഫ് എഫ് restricted to AC corresponding to the partition P1 plus variation of F restricted to CB corresponding to the partition P2 എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. Is that okay? Okay, sir. Okay, sir. അങ്ങനെയാണെങ്കിൽ യു ടേക്ക് ദ സുപ്രീമം. സുപ്രീമം എങ്ങനെ എടുക്കണം? ലെഫ്റ്റ് സൈഡിൽ യു ടേക്ക് ദ സുപ്രീമം over all partitions P of closed interval AB that containing the point C. Right side le engane supremum edukkanam? The supremum is taken over all partitions P1, P2 of closed interval AC and closed interval CB respectively. നമ്മൾ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരു P1 P2 ഉണ്ടായിരിക്കും. P1 P2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് P ഉണ്ടായിരിക്കും. Now ലെഫ്റ്റ് സൈഡിലെ സുപ്രീമം എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീമം ഓഫ് വി ഓഫ് എഫ് പി ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ദാറ്റ് കണ്ടെയ്നിങ് ദ പോയിന്റ് സി. വാട്ട് ഈസ് ദാറ്റ് ലെഫ്റ്റ് സൈഡ് സുപ്രീമം?
Total variation. Exactly. That is the total variation of F. എവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലുള്ള എഫിന്റെ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. റൈറ്റ് സൈഡിലെ സുപ്രീമോ നോക്കൂ, യു ആർ ടേക്കിംഗ് ദ സുപ്രീമം ഓവർ ഓൾ പാർട്ടീഷൻസ് P1 ആൻഡ് P2 ഓഫ് AC ആൻഡ് CB. ഇപ്പൊ P2 എന്നുള്ളത് ഈ ആദ്യത്തെ സുപ്രീമം എടുക്കുമ്പോൾ ഇറലവന്റ് ആണ്. അപ്പൊ അവിടെ P1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ വാട്ട് ഈസ് ദാറ്റ് സുപ്രീമം? That supremum is total variation of F restricted to A, C. Whereas this supremum is the total variation of F restricted to C, B. What you get is this. Total variation of F on closed interval AB is equal to total variation of F on closed interval AC plus total variation of F on closed interval CB. Is that okay? Okay, sir. Now, if F is a function of bounded variation on closed interval AB, നമ്മൾ F ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാന്നാണ് പറയുന്നത്. ഇഫ് യു ടേക്ക് U and B such that A less than or equal to U less than B less than or equal to B, then total variation of F on AB minus total variation of F on AU is equal to total variation of F on UV, and that is greater than or equal to 0. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നാണ് ഇനി തെളിയിക്കാൻ പോകുന്നത്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും A less than or equal to U less than B less than or equal to B എന്ന് എടുക്കുന്നു. നമ്മൾ ഈ പ്രൂവ് ചെയ്ത പ്രകാരം, അതായത് ടോട്ടൽ വേരിയേഷൻ ഓഫ് F on AB is equal to total variation of F on AC plus total variation of F on CB എന്നാണ് നമുക്ക് അറിയാവുന്നത്. നമ്മൾ AB-യിൽ B എന്നുള്ളതിന് പകരം B എന്ന് എടുക്കുന്നു. ഇന്റർവെൽ AB-യിലാണ് അത് പറയുന്നത്. ടോട്ടൽ വേരിയേഷൻ ഓഫ് F on AB എന്ന് പറഞ്ഞാൽ ഈ വിക്കും എക്കും ഇടയിലുള്ള ഒരു പോയിന്റ് ആണല്ലോ U. സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് F on AU പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് F on UV. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വേരിയേഷൻ ഓഫ് F on AB മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് F on AU is equal to ടോട്ടൽ വേരിയേഷൻ ഓഫ് F on UV. ഈ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേരിയേഷൻസിന്റെ സുപ്രീമാണ്. വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ നോൺ നെഗറ്റീവ് വാല്യൂസിന്റെ സമ്മാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. That implies total variation of F on AB minus total variation of F on AU is equal to total variation of F on UV, which is greater than or equal to 0. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും നമുക്ക് ബോധ്യം. ഓക്കെ, ഇത് ഓരോന്നും നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക്, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിലേക്കാണ്, എനിവേ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഒരു ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഒരു പോയിന്റ് എടുത്താൽ ഫൈ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ എക്സ്. അതാണ് ഇവിടെ the function x goes to total variation of f on ax, which we call the function bounded variation ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് റിയൽ നമ്പർ ആയിരിക്കും, ഇൻഫിനിറ്റി ഒന്നും ആവില്ല. സോ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അത് ഒരു റിയൽ നമ്പർ ആണ് അതിന്റെ ഇമേജ് ആയിട്ട് വരിക. ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. മാത്രമല്ല അത് ഇൻക്രീസിങ് ആണ് എന്ന് കൂടിയാ പറയുന്നത്. ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ആവാൻ കാരണം നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഫ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ എ ബി. സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ എക്സ് വിൽ ബി എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. അത് റിയൽ വാല്യൂഡ് ആണ്. എന്തുകൊണ്ട് അത് ഇൻക്രീസിങ് ആണ്? എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ടേക്ക് യു ലെസ് ദാൻ ബി, വേറെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സോ യു ലെസ് ദാൻ ബി ആണെന്ന് വിചാരിക്കുക. യു ലെസ് ദാൻ ബി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലോ ഫൈ ഓഫ് എക്സ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് യു. ഫൈയുടെ ഡെഫിനിഷൻ പ്രകാരം ഫൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ ബി മൈനസ് ഫൈ ഓഫ് യു എന്ന് പറഞ്ഞ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ യു. അതാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുള്ളത്. സോ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും.
അതായത് phi of u less than or equal to phi of v എന്ന് കിട്ടും. So whenever u is less than v, we get that phi of u is less than or equal to phi of v, which shows that this function phi is an increasing function on closed interval AB. So total variation function is an increasing real valued function on closed interval AB. ഇതിനകത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. ഓക്കെ, സോ phi is increasing on AB. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു പി എന്ന് പറയുന്ന ഏറ്റവും ക്രൂഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ, അതായത് യു മാത്രമുള്ള പാർട്ടീഷൻ സെറ്റ് യു കോമ വി, ഒറ്റ സബ് ഇന്റർവലേ ഉള്ളൂ. അങ്ങനെ ഒരു പാർട്ടീഷൻ എടുത്താൽ യു ലെസ് താൻ വി എന്നാണ് എടുക്കുന്നത്, എ ലെസ് താൻ ഓർ ഈക്വൽ ടു യു ലെസ് താൻ വി ലെസ് താൻ ഓർ ഈക്വൽ ടു ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരും എന്നാണ് പറയുന്നത്. മോഡ് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് വി നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് പി ഏതൊരു റിയൽ നമ്പറിനേക്കാളും വലുതായിരിക്കും അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ. എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് പിയുടെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് പി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് പി ആണ്. മോഡ് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് പി എന്ന് പറയുന്നതും മോഡ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് യു എന്ന് പറയുന്നതും സെയിം. സോ ആദ്യത്തെ ഇൻഈക്വാലിറ്റി എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ നോക്കൂ. നമ്മളിവിടെ എടുത്തേക്കുന്ന പി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീഷൻ. അതിനകത്ത് 2 പോയിന്റ് ആ പാർട്ടീഷനിലുള്ളൂ, യുവും വിയും. സോ ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇന്റർവെല്ലില് എഫിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് യു ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പും ക്ലിയർ ആണ്. ഇനി വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു യു കോമ വി കറസ്പോണ്ടിങ് ടു സം പാർട്ടീഷൻ പി ആണ്. അങ്ങനെ ഉള്ള എല്ലാ ക്ലോസ് ഇന്റർവൽ യു കോമ വിയുടെ എല്ലാ പാർട്ടീഷൻസിന്റെയും വേരിയേഷൻസ് എടുത്തിട്ട് അതിന്റെ സുപ്രീമത്തിനെയാണ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ യു വി എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർട്ടിക്കുലർ വേരിയേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വേരിയേഷൻ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകാരം ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ യു വി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ വി മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ യു ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് പ്രകാരം. അങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടുന്നത്. സോ എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ വി മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ യു എന്ന് കിട്ടും. ആ സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ യു എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കും ഈ ഇൻഈക്വാലിറ്റിയുടെ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് റൈറ്റ് ഹാൻഡ് പോയിന്റ് എടുക്കുന്ന ഈ മൈനസ് എഫ് ഓഫ് ബി റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോയാൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? എഫ് ഓഫ് ബി പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് യു പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ യു ഫോർ ഓൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എന്നുള്ളത് മാത്രമേ അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. എഫ് ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ ഒരു ഫംഗ്ഷൻ ആണ് എഫ്. അത് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് 2 ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും എന്നതാണ് റിസൾട്ട്. എങ്ങനെ? എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ എക്സ്, ഇത് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ നമ്മൾ ഫൈ എന്ന് വിളിച്ചത്. അതായത് എഫ് എന്നുള്ളതിനെ നമുക്ക് എഫ് പ്ലസ് ഫൈ മൈനസ് ഫൈ എന്ന് എഴുതാൻ കഴിയും. അത് ഉറപ്പാണല്ലോ. എഫ് പ്ലസ് ഫൈ മൈനസ് ഫൈ എന്ന് എഴുതാൻ കഴിയും എന്നുള്ളത്. ഫൈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എഫ് ഈക്വൽ ടു എഫ് ആണ്. ശരിയാണ്. ആകെ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? ഈ എഫ് പ്ലസ് ഫൈ എന്ന ഫംഗ്ഷനും ഫൈ എന്ന ഫംഗ്ഷനും ഇൻക്രീസിങ് ആണ്. അപ്പൊ ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് 2 ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും എന്നതാണ് ഈ ലെമ്മ പറയുന്നത്. നോക്കൂ, ഫൈ ഇൻക്രീസിങ് ആണ് എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞത് എന്താണ്? ഈ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ്? എഫ്
പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണെന്നാണ്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് പ്ലസ് ഫൈവ് ഓഫ് ബി എന്നാണ് അതിന്റെ അർത്ഥം. എഫ് ഓഫ് ബി പ്ലസ് ഫൈവ് ഓഫ് ബി എന്നാണല്ലോ അത്. സോ എഫ് പ്ലസ് ഫൈവ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് പ്ലസ് ഫൈവ് ഓഫ് യു. ഇതാണ് ഇതിന്റെ എപ്പോഴ് വെനെവർ യു ലെസ് ദാൻ വി. അതിന്റെ അർത്ഥം എന്താണ്? യു ലെസ് ദാൻ വി ആവുമ്പോഴെല്ലാം എഫ് പ്ലസ് ഫൈവ് ഓഫ് യു ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് പ്ലസ് ഫൈവ് ഓഫ് വി. ഫൈവ് എന്ന് പറഞ്ഞ ഈ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷനെ പറഞ്ഞതാ നമ്മൾ. അപ്പൊ എഫ് പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ തെളിയിച്ചത്. അതിനു മുമ്പ് നമ്മൾ തെളിയിച്ചത് എന്താണ്? ഫൈവ് ഇൻക്രീസിങ് ആണെന്നാണ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ. ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് വെൽ ഡിഫൈൻഡ് ആവും, അത് ഇൻക്രീസിങ് ആണെന്നൊക്കെ നമ്മൾ എങ്ങനെ തെളിയിക്കുന്നത്? അതിനു മുമ്പ് ഇതിൽ നിന്ന് ഉപയോഗിച്ചിട്ടാണ്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാ തെളിയിക്കുന്നത്? നമ്മൾ അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അത് ആക്ച്വലി ഈ ലെമ്മയുടെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ആ ലെമ്മയുടെ പ്രൂഫ് എന്ന് പറയുന്നത്. പ്രൂഫായിട്ട് നമ്മൾ അതിനകത്ത് എന്താ പറയാ, ഒരു 2 സെന്റൻസ് ഒക്കെ പലപ്പോഴും കാണുന്നുള്ളൂ എങ്കിലും അതിനു മുമ്പുള്ള പല കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ആ പ്രൂഫ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏതൊക്കെ കാര്യങ്ങള്? ആദ്യം നമ്മൾ പറഞ്ഞു, അതായത് ഈ ഒരു സെന്റൻസ്, അതിൽ നിന്നാണ് നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. അതായത് ടോട്ടൽ വേരിയേഷന്റെ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് റീഫ്രേസ് ചെയ്യാൻ പറ്റിയത് അതിൽ നിന്നാണ്. അങ്ങനെ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഒന്ന് റീഫ്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കാര്യം പിടികിട്ടിയത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ ബി എന്ന് പറയുന്നത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ സി പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ സി ബി എന്ന് കിട്ടിയത്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഫാക്ട്, അതൊക്കെയാണ് നമ്മൾ ഈ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം. അത് ഉപയോഗിച്ചിട്ടാണ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതും അത് ഇൻക്രീസിങ് ആണ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എഫ് പ്ലസ് ഫൈവ്, എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി അൾട്ടിമേറ്റ്ലി ലെമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലുള്ള ഒരു ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ് എഫ് എങ്കിൽ എഫ് എന്നുള്ളതിനെ നമുക്ക് 2 ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും. അത് എഴുതാൻ കഴിയുന്ന തിയററ്റിക്കലി പറയാൻ മാത്രമല്ല, എക്സ്പ്ലിസിറ്റ്ലി എങ്ങനെയാണ് അത് എഴുതാം എന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെ എഴുതിയാൽ മതി? എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ മൈനസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്നെടുത്താൽ മതിയാകും. Is that okay? Okay, sir. And the famous Jordan's theorem says that the converse of this result is also true. Or in fact, Jordan's theorem says that a function f defined on a closed bounded interval AB is a function of bounded variation if and only if it is the difference of 2 increasing functions on closed interval AB. അതാണ് ജോർദാൻസ് തിയറം. അതിൽ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഏത് പാർട്ട്? എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ് എങ്കിൽ എഫിനെ നമുക്ക് 2 ഇൻക്രീസിംഗ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും എന്നുള്ളത്. So let f be a function of bounded variation on AB, then by the above lemma we have an explicit representation of f as the difference of 2 increasing functions. Now we want to prove the converse. Converse prove ചെയ്യാനായിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? f is equal to g minus h, where both g and h are increasing functions on closed interval AB. നമുക്ക് തെളിയിക്കേണ്ടത് f is a function of bounded variation എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷൻ പി എടുത്തോളൂ, നമുക്ക് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് എഫ് ബൗണ്ടഡ് വേരിയേഷനുള്ള ഫംഗ്ഷൻ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് തെളിയിക്കേണ്ടത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഫൈനൈറ്റ് ആണെന്നാണ്. ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏതൊരു പാർട്ടീഷൻ പി എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ് പറഞ്ഞ് ആ വേരിയേഷൻസിന്റെ സുപ്രീമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വേരിയേഷൻസ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പിയുടെ ഡെഫിനിഷൻ ഇതാണ്: സിഗ്മ ഈക്വൽ ടു 1 to k മോഡ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ആണ്. പക്ഷെ നമ്മുടെ അസംഷൻ പ്രകാരം എഫ് എന്ന് പറയുന്നത് ജി മൈനസ് എച്ച് ആണ്. പ്രൂഫ് വളരെ ഈസിയാണ് കേട്ടോ, ബേസിക് മാനിപ്പുലേഷൻസ് മാത്രമേ ഉള്ളൂ. എഫ് എന്ന് പറയുന്നത് ജി മൈനസ് എച്ച് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ജി ഇങ്ങനെ എഴുതാൻ പറ്റും. അവിടെ ഒരു സ്റ്റെപ്പ് അവർ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: സിഗ്മ ഐ ഈക്വൽ ടു
1 to k modulus of f of xi എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ജി മൈനസ് എച്ച് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഐ മൈനസ് എച്ച് ഓഫ് എക്സ് ഐ ആണ്. മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഐ മൈനസ് 1 മൈനസ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1. അപ്പോ നമുക്കതിനെ ജി ഓഫ് എക്സ് ഐ മൈനസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 മൈനസ് എച്ച് ഓഫ് എക്സ് ഐ എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിഗ്മ ഈക്വൽ ടു 1 to k മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഐ മൈനസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 മൈനസ് എച്ച് ഓഫ് എക്സ് ഐ. Then use the next. How do you get the next step? What is the reason for the next step? Triangle inequality അല്ലേ? Exactly. It is a triangle inequality. It's nothing but triangle inequality. Triangle inequality എഴുതി അതിന്റെ രണ്ട് സമ്മേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ സിഗ്മ ഈക്വൽ ടു 1 to k. This is less than or equal to സിഗ്മ ഈക്വൽ ടു 1 to k മോഡുലസ് ജി ഓഫ് എക്സ് ഐ മൈനസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് മോഡുലസ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 മൈനസ് എച്ച് ഓഫ് എക്സ് ഐ എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ അതിനെ രണ്ട് സമ്മേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എൻ ഈസി സ്റ്റെപ്പ്. ഇനി നോക്കൂ, ജി എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. കാരണം ജി മൈനസ് എച്ച് വേർ ബോത്ത് എച്ച് ജി ആൻഡ് എച്ച് ആർ ഇൻക്രീസിങ്. ജി ഇൻക്രീസിങ് ആയതുകൊണ്ട് ജി ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മോഡ് ജി ഓഫ് എക്സ് ഐ മൈനസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഐ മൈനസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 ആണ്. എച്ചും ഇൻക്രീസിങ് ആണ്. എച്ച് ഇൻക്രീസിങ് ആയതുകൊണ്ട് നോക്കൂ, എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 മൈനസ് എച്ച് ഓഫ് എക്സ് ഐയുടെ മോഡുലസ് ഏതാ വലിയ നമ്പർ ആയിരിക്കുക? വലിയ നമ്പർ എച്ച് ഓഫ് എക്സ് ഐ ആയിരിക്കും, ചെറുത് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1. അപ്പൊ അതുകൊണ്ട് അത് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 എഴുതാം. കാരണം എക്സ് ഐ മൈനസ് 1 വലുതാണ് എക്സ് ഐ. എച്ച് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. അപ്പൊ മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 മൈനസ് എച്ച് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സ് ഐ മൈനസ് എച്ച് ഓഫ് എക്സ് ഐ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ എഴുതിയ പ്രകാരം ഈ വേരിയേഷൻസ് ഇത് എല്ലാം കൂടി സം ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ എന്ത് വരും? സിഗ്മ ഈക്വൽ ടു 1 to k ജി ഓഫ് എക്സ് ഐ മൈനസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 എന്നുള്ളത് ആ വാല്യൂ എന്താ വരിക പറയാമോ നിങ്ങൾക്ക്? അത് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് വരും. എക്സാക്ട്ലി, ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് വരും. അതുപോലെ കാരണം അതിലെ ആ ജി ഓഫ് എക്സ് 1 ജി ഓഫ് എക്സ് 2 എക്സെട്ര ജി ഓഫ് എക്സ് കെ മൈനസ് 1 ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ആകെ ജി ഓഫ് എക്സ് നോട്ടും ജി ഓഫ് എക്സ് കെയും മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അതായത് ജി ഓഫ് എക്സ് കെ മൈനസ് ജി ഓഫ് എക്സ് നോട്ട് എന്നേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ എക്സ് കെ എന്ന് പറഞ്ഞാൽ ബിയും എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എയും ആണ്. അതുപോലെ ഇത് എച്ച് ഓഫ് ബി മൈനസ് എച്ച് ഓഫ് എ എന്ന് വരും. ഇതൊരു ഫിക്സ്ഡ് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ പ്ലസ് എച്ച് ഓഫ് ബി മൈനസ് എച്ച് ഓഫ് എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷൻ പി എടുത്താലും വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റിനേക്കാൾ ചെറുതോ തുല്യമോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ സുപ്രീമം ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എടുത്താലും ഈ കോൺസ്റ്റന്റിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. That means that total variation, the set of variations of f with respect to the partitions AB is bounded above by this particular constant. Therefore, total variation of f on closed interval AB is less than or equal to this constant, and that is less than infinity, which shows that f is of bounded variation on closed interval AB. So, that is a characterization for functions of bounded variation on a closed bounded interval. What is the characterization? It characterizes that it is the difference of two increasing functions on closed interval. And then we call the expression of a function of bounded variation as the difference of two increasing functions a Jordan decomposition of f. f ഒരു ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ജോർദാൻസ് തിയറം പ്രകാരം നമുക്ക് എഫിനെ രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനെ എഫിന്റെ ജോർദാൻ ഡീകമ്പോസിഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ജോർദാൻ ഡീകമ്പോസിഷൻ ഓഫ് എഫ്.
അത് പല രീതിയിലൊക്കെ പറ്റിട്ടോ, ഒരു രീതിയിൽ മാത്രമൊന്നുമല്ല നമുക്ക് രണ്ട് ഡിഫറൻസ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും. ഒരു രീതി നമുക്ക് ഈ ജോർദാൻസ് തിയറത്തിന് തൊട്ട് മുമ്പുള്ള ലെമ്മ നമ്മളോട് പറയുന്നുണ്ട്. എഫ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ മൈനസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എഴുതിയാൽ മതി. അത് വൺ ഓഫ് ദ എന്താ പറയുക, വൺ ഓഫ് ദ മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ മെനി എക്സ്പ്രഷൻസ് യു ക്യാൻ റൈറ്റ് എഫ് ആസ് ദ ഡിഫറൻസ് ഓഫ് ടു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. എനി such expression is called a Jordan decomposition. Not that particular expression മാത്രമല്ല നമ്മൾ ജോർദാൻ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പ്രകാരം അങ്ങനെയൊന്നുമില്ല. ഏതൊരു ബൗണ്ടഡ് വേരിയേഷൻ ഫംഗ്ഷനെ നമുക്ക് ഇൻക്രീസിംഗ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയുന്ന എക്സ്പ്രഷനെയാണ് ജോർദാൻ ഡീകമ്പോസിഷൻ ഓഫ് എഫ് പറയുന്നത്. ആൻഡ് ആൻ ഇമീഡിയറ്റ് കൊറോളറി ഇസ് ദിസ്. ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്. നമുക്ക് ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷ്യബിലിറ്റിയും ഇന്റഗ്രബിലിറ്റിയും കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ ലെബേഗ് തിയറം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഒരു മൊണോട്ടോൺ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ് എങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻക്രീസിംഗ് ആണെങ്കിലും ഡിക്രീസിംഗ് ആയാലും മതിയായിരുന്നു. എഫ് ഒരു മൊണോട്ടോൺ ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ് എങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ എഫ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ എഫ് ഡാഷ് ഇന്റഗ്രബിൾ ഓവർ എ ബി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. മാത്രമല്ല എഫ് ഡാഷ് ഇന്റഗ്രബിൾ ആണെന്ന് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നു എഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന എ ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ് എങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആയിരിക്കുകയും ചെയ്യും. എഫ് ഡാഷ് ഇന്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. ജോർദാൻസ് തിയറം പ്രകാരം എഫിനെ നമുക്ക് ജി മൈനസ് എച്ച് എന്ന് എഴുതാൻ പറ്റും, വേർ ബോത്ത് ജി ആൻഡ് എച്ച് ആർ ഇൻക്രീസിംഗ് ഫംഗ്ഷൻസ്. സോ എഫിനെ നമുക്ക് ജി മൈനസ് എച്ച് എഴുതാൻ പറ്റും, വേർ ബോത്ത് ജി ആൻഡ് എച്ച് ആർ ഇൻക്രീസിംഗ്. ലെബേഗ് തിയറം പ്രകാരം ജി ഇൻക്രീസിംഗ് ആയതുകൊണ്ട് ജി ഈസ് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആയിരിക്കും, എച്ചും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ജി മൈനസ് എച്ചും ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എ ബി ആയിരിക്കും. അതാണ് ലെബേഗ് തിയറത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ കൊറോളറി ഫോർ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് എഫ് ഇൻക്രീസിംഗ് ആണ് എങ്കിൽ നമുക്ക് എഫ് ഈസ് ഇന്റഗ്രബിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജി എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്, അതുകൊണ്ട് ജി ഇന്റഗ്രബിൾ ആണ്. എച്ച് ഇൻക്രീസിംഗ് ആണ്, അതുകൊണ്ട് എച്ചും ഇന്റഗ്രബിൾ ആണ്. അതുകൊണ്ട് ജി മൈനസ് എച്ചും ഇന്റഗ്രബിൾ ആയിരിക്കും, അതായത് എഫും ഇന്റഗ്രബിൾ ആയിരിക്കും. അപ്പോ ഈ റിസൾട്ട് ലെബേഗ് തിയറത്തിൽ നിന്നും നമ്മൾ പറഞ്ഞ കൊറോളറി ഫോർ പറയുന്നത് എഫ് ഒരു ഇന്റഗ്രബിൾ ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇന്റഗ്രബിൾ ആണ് എന്നും ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് എന്നുള്ളതാണ് നമ്മൾ കൊറോളറി കഴിഞ്ഞ ഇതിൽ പറഞ്ഞ എഫ് ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഇന്റഗ്രബിൾ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെക്ഷനിലാണ് 6.2 ലെബേഗ് തിയറും കഴിഞ്ഞ സെക്ഷനിൽ തന്നെയാണ് ഡിഫറൻഷ്യബിലിറ്റി. ഈ കൊറോളറിക്ക് മുമ്പുള്ള തിയറമായിരുന്നു ലെബേഗ് തിയറം. ഓക്കെ, Okay, sir. and some simple problems like നിങ്ങൾ നോക്കിയാൽ മതി, ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചില സൂചനകൾ തരാം. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവൽ 0 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നോൺ ഡീജനറേറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി നോൺ ഡീജനറേറ്റ് ക്ലോസ്ഡ് സബ് ഇന്റർവൽ എ ബി ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0 കണ്ടുപിടിക്കാൻ കഴിയുമോ സച്ച് ദാറ്റ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ ബി ബൗണ്ടഡ് വേരിയേഷൻ ആകുമോ എന്നുള്ളത്. അപ്പോ അങ്ങനെ എല്ലായ്പ്പോഴും വേണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ആണ് Weierstrass function. Weierstrass function is an example of a function which is continuous everywhere but not differentiable at any point. അത് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഒരു പോയിന്റിൽ പോലും ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ Weierstrass ഫംഗ്ഷൻ എടുക്കുക, ക്ലോസ്ഡ് ഇന്റർവൽ 0 Weierstrass ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ഇന്റർവൽ 0 കണ്ടിന്യൂസ് ആണ്. അപ്പൊ അഥവാ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന ക്ലോസ്ഡ് ഇന്റർവൽ 0 സബ് ഇന്റർവലിൽ അത് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഏതൊരു ബൗണ്ടഡ് വേരിയേഷൻ ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ എന്ന റിസൾട്ട് പ്രകാരം ഈ Weierstrass ഫംഗ്ഷനും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ആകുമായിരുന്നു. പക്ഷെ Weierstrass ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ അല്ല, ഒറ്റ പോയിന്റിൽ പോലും ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് Weierstrass ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. ക്ലിയർ ആണോ?
സർ ക്ലിയർ ആണ്. Now another simple thing, f of x equal to sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ sin x നെ രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. എഴുതാൻ പറ്റുമോ എന്നല്ല, എഴുതൂ എന്നുള്ളതാണ്. അതിങ്ങനെ എഴുതിയാൽ മതി. h of x equal to sin x plus x എന്നും g of x equal to x എന്നും എടുക്കുക. അപ്പൊ h of x minus g of x എന്ന് പറഞ്ഞാൽ sin x plus x minus x ആണ്, അതായത് sin x ആണ്, അതായത് f of x ആണ്. മാത്രമല്ല ഈ എച്ചും ജിയും ഇൻക്രീസിങ് ഫംഗ്ഷൻസ് ആണ്. എന്തുകൊണ്ടാണ്? ജി ഇൻക്രീസിങ് ആണെന്ന് നമുക്കറിയാലോ. എച്ച് ഇൻക്രീസിങ് ആണ്. എങ്ങനെയാണ് നോക്കൂ, എച്ച് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos x plus 1 ആണ്. cos x plus 1 is always greater than or equal to 0. So first derivative greater than or equal to 0. H dash of x is greater than or equal to 0 on interval 0 to pi. H dash of x greater than or equal to 0 on interval 0 to pi ആയതുകൊണ്ട് h of x will be increasing on interval 0 to pi. എച്ചും ജിയും ഇൻക്രീസിങ് ഫംഗ്ഷൻസ് ആണ്. ഇതുപോലെ ഇപ്പൊ സൈൻ എക്സ് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് സൈൻ എക്സിനെ സൈൻ എക്സ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓൺ 0x പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓൺ 0x എന്നൊക്കെ എഴുതാം. അതിനേക്കാൾ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നത് എന്താണ് ഇതിന്റെ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതും രസകരമായിട്ടുള്ള പ്രോബ്ലം ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു പ്രോബ്ലം ഇത് അതൊരു ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -1 ആണോ എന്നാണ്. ഇതിന് സമാനമായിട്ട് മറ്റൊരു പ്രോബ്ലം നമ്മൾ ഇന്നലെ ചെയ്ത് x² cos 1/x² എന്നുള്ളത്. അത് ബൗണ്ടഡ് വേരിയേഷൻ അല്ലാത്തൊരു ഫംഗ്ഷൻ ആണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തു, പ്രോബ്ലം ആയിട്ട് കാണേണ്ടായി നമ്മൾ. ഇത് ആക്ച്വലി ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ചെയ്തു നോക്കിയാൽ മതി. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, h of x എന്ന് പറയുന്ന ഫംഗ്ഷൻ 3x ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് f of x മൈനസ് h of x കാണുമ്പോൾ g of x ആണെന്ന് മനസ്സിലാവുന്നു. അതായത് g of x നെ രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതുന്നു. ഇവ ഓരോന്നും ഇൻക്രീസിങ് ഫംഗ്ഷൻസ് ആണ് എന്നും നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. സോ g of x നെ f of x മൈനസ് h of x എന്ന് എഴുതാൻ സാധിക്കുന്നു. വേർ h of x ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -1 ആണ്. അത് ഒബ്വിയസ് ആണല്ലോ. ഈ എഫ് ഓഫ് എക്സും ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -1 ആണ്. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരമാണ് ഈ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണെന്നൊക്കെ ഞാൻ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജി എന്നുള്ളതിനെ നമുക്ക് രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്നു. അതുകൊണ്ട് ജോർദാൻസ് തിയറം പ്രകാരം ജി എന്ന് പറയുന്നത് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ളൊരു ഫംഗ്ഷൻ. Any questions? നോട്ട്സ് റെഡി ആണെങ്കിൽ സാർ ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ. If there are no further questions, we shall stop.